ആ കാണുന്നതൊക്കെ മലയൊക്കെ ഗോൾഡ് മൈനാണ് കേട്ടോ. ഉണ്ടോ? അവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നത് ഗോൾഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടോ, നമ്മൾ ഇതേ ടൈപ്പ് കല്ലുകളാണ് ഇവിടെ മൊത്തം. ഇതിന് വെയിറ്റും കുറവാണ് കേട്ടോ. എന്താ സംഭവം നടത്തില്ല. ഓ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മാതൻ ഗോൾഡിലാണ്. ഇവിടെ ഇന്ന് സൈറ്റ് വിസിറ്റ് ഉണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വന്നിരുന്നു. ഇന്നൊരു പുതിയൊരു പ്രഭാതം. ഇവിടുത്തെ ഒരു എങ്ങും കിട്ടാത്തൊരു ഫീലിംഗ് ആണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കിളികളുടെ മനോഹരമായ കിളി ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. ഈ ഏരിയയിൽ മൊത്തം ഫുള്ള് കിളികളാണ് കേട്ടോ. നല്ല രസമുണ്ട് കിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, പ്രഭാതം പൊട്ടി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവാം. ഇന്ന് ഇവിടുന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ മദീന പോവും. മദീനയിൽ നിന്ന് നേരെ വേറെ സ്ഥലത്ത് പോകാറുണ്ട്. അപ്പോൾ എല്ലാം വഴിയെ കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് മീ. രാവിലത്തെ കാഴ്ച കണ്ടില്ലേ, നല്ല രസമാണ്. നമ്മളിന്നലെ കണ്ട ക്യാമ്പാണ്. അപ്പോൾ മൊത്തം കിളികളാണ് ഇതിനകത്ത് മൊത്തം. ഈ കാ തിന്നാൻ വേണ്ടി വരുന്നത്. ഇതിനകത്ത് കുറേ ചെറിയ ചെറിയ കാ ഉണ്ട്. കായ തിന്നാൻ വേണ്ടിയിട്ട് ഈ കിളികൾ മൊത്തം വരുന്നതാണ് രാവിലെ. അടിപൊളി കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. രാവിലെ എഴുന്നേറ്റ് റെഡിയായി നിൽപ്പുണ്ട്. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇതാണ് ഇവിടുത്തെ ഒരു ക്യാമ്പ് സെറ്റപ്പ്. എന്തോരം കിളികളാണ് നോക്കി. ഈ ചെറിയ ചെറിയ നല്ല ചെറിയ മധുരമുള്ള കാ ഉണ്ട്. അത് കാരണമാണ് ഈ കിളികൾ ഇതിനകത്ത് കൂടുതലും വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ ഈ കിളിയെ വെടിവെച്ച് പിടിച്ചിട്ട് ഇതിനെ ഭക്ഷണം കഴിക്കും. എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട് അത്യാവശ്യം, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കന്നഡ ഗുഡ് മോർണിംഗ്. എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് റെഡി ആയിപ്പോണ്ട്. നല്ല രസമുണ്ടല്ലേ അന്തരീക്ഷം കാണാൻ. ഈ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നമ്മൾ പറയുമോ, ഏകദേശം മെയിൻ റോഡിൽ നിന്ന് നമ്മൾ 10-200 കിലോമീറ്റർ ഡെസേർട്ടിൽ കൂടെ സഞ്ചരിച്ചതിന് ശേഷം വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഒരിക്കലും പറയത്തില്ല. കണ്ടില്ലേ, ഒരു ക്യാമ്പ്, ഒരിത്. ഓരോ പ്ലാന്റും അങ്ങനെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ഓരോ പ്ലാന്റും ഒരു ലോകമാണ്. ഇവിടെ കുറേ ആൾക്കാരും ഇവിടുത്തെ കുറേ മനുഷ്യരും ഇവിടുത്തെ കുറേ ജീവിതങ്ങളും ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ വന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. വേറെ വലിയ ആക്ടിവിറ്റീസൊന്നും ഇവിടെ ഉണ്ടാവത്തുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യന്മാരാണ്. ഓടിച്ചാടി നമുക്ക് നടക്കാൻ പറ്റും. ഈ പറഞ്ഞ സൗദി അറേബ്യ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യന്മാരാണ്. ഇവിടെ വേണ്ടാണ് മെസ്സ് ഹാൾ പറഞ്ഞല്ലേ വേണ്ട. ഇതാന്ന് തോന്നല്ലേ വേണ്ട, ഇതാന്ന് തോന്നുന്നു മെസ്സ് ഹാൾ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അതിൻ്റെ ക്യാമ്പിനകത്തുനിന്ന് തന്നെയാണ്. അവരുടെ ക്യാമ്പ് ഫെസിലിറ്റിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും. ഇവിടുത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണമാണ് കണ്ടോ. ഇവിടുത്തെ ഭക്ഷണം നാട്ടിൽ മുട്ടപ്പത്രി ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇവിടെ. ആ അവന്മാരെന്താ പറഞ്ഞ കപ്പ് കേക്കോ, ഇതിനെന്ത് പറഞ്ഞ? നമ്മുടെ നാട്ടിലെ മുട്ടപ്പത്രിയാ കേട്ടോ. ഞാനും വേണ്ടിട്ട് ഞങ്ങളെ സേഫ്റ്റി ഇൻഡക്ഷൻ ഉണ്ട്. സേഫ്റ്റി ഇൻഡക്ഷൻ വേണ്ടിയിരിക്കുകയാണ്. വേണ്ടിനുള്ള തണുപ്പായതുകൊണ്ട് ഈ സേഫ്റ്റി ഇൻഡക്ഷൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ അവർ വരും. നമുക്ക് സേഫ്റ്റി കഴിഞ്ഞിട്ട് വേണം പ്ലാന്റിൽ പോകാൻ. നമ്മൾ സൈറ്റ് വിസിറ്റ് എല്ലാം കഴിഞ്ഞു. സൈറ്റ് വിസിറ്റിൽ നമുക്ക് ഒന്നും പെർമിഷൻ ഇല്ല. അവിടെ ക്യാമറയൊന്നും അലൗഡല്ല, മൊബൈൽ അലൗഡല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ ക്യാമ്പിലോട്ട് പോവുകയാണ്. ഇനി ഇവിടുന്ന് വേണം ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാനുള്ളത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ഓറഞ്ച്. സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് ഓറഞ്ച് കണ്ട സംഭവം. ഓറഞ്ച് പഴുത്ത് കിടത്തേക്ക് നോക്ക്. പക്ഷെ ഇത് പൊട്ടിപ്പോയവരുണ്ട്. ഇത് ഇവിടുത്തെ വെയിലിൻ്റെയാ.
എല്ലാം പൊട്ടി പൊട്ടി നിൽക്കുന്ന എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഓറഞ്ച് നിൽക്കുന്നുണ്ടോ, ഓറഞ്ച് വശം. നമ്മളിവിടുന്ന് ഇപ്പം ഞങ്ങളെ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് മക്കത്തിനും മദീനയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു പ്ലാന്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി റെഡിയായി, പെൺവട്ടം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ. ഓറഞ്ച് വിട്ടോ വിട്ടോ. സഫയിലേക്ക് പോവുകയാണ്. സഫയിലേക്ക് പോവുകയാണ്. ഏകദേശം 100-300 കിലോമീറ്റർ ഉണ്ട്. ആ കാണുന്നതൊക്കെ മലയൊക്കെ ഗോൾഡ് മൈനാണ് കേട്ടോ. ഉണ്ടോ, അവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നത് ഗോൾഡ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ മക്ക മദീന റോഡ് സെൻറ്ററിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കത്തുമല്ല മദീനത്തുമല്ല, നമ്മൾ ഈ അടുത്ത പോകുന്ന പ്ലാന്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ജിയോഗ്രഫിക്കലി എല്ലാം മാറി അല്ലേ. പിന്നെ മരുഭൂമിയിൽ നിന്ന് നേരെ വലിയ വലിയ മലകളുടെ ഏരിയയിലോട്ട് നമ്മൾ വന്നു. മക്ക മദീന മൊത്തം ഇങ്ങനെ റൂട്ട് മൊത്തം ഈ മലകളുടെ ഇടയിൽ കൂടെയാണ്. ഇനിയെല്ലാം ഇങ്ങനത്തെ മലയും കുന്നും ഉള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ പോകുന്ന ഒരു സിമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് 10-25 കിലോമീറ്റർ ഉള്ളിൽ ഒരു വലിയ 2 മലകളുടെ ഇടയ്ക്ക് പണിത ഒരു പ്ലാന്റാണ്. അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം, കണ്ടോളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടോ, നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതേപോലുള്ള റോഡിൽ ഈ ഒട്ടകം ക്രോസ് ചെയ്യും. ഇത് വലിയൊരു ഡേഞ്ചറാണ്. നമുക്ക് കാണാനും പറ്റത്തില്ല, കാരണം അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പിൽ കൂടി ജസ്റ്റ് എസ്കേപ്പ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കളറും ഇവിടുത്തെ മണ്ണിൻ്റെ കളറും ഒരുമിച്ചായതുകൊണ്ട് സംഭവം നമുക്ക് അടുത്ത് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഴിക്ക് ഏറ്റവും വലിയ ഡേഞ്ചറസ് ഇതാണ്, വേറൊരു ഡേഞ്ചർ ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടോ, നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതേപോലുള്ള റോഡിൽ ഈ ഒട്ടകം ക്രോസ് ചെയ്യും. ഇത് വലിയൊരു ഡേഞ്ചറാണ്. നമുക്ക് കാണാനും പറ്റത്തില്ല, കാരണം അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പിൽ കൂടി ജസ്റ്റ് എസ്കേപ്പ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കളറും ഇവിടുത്തെ മണ്ണിൻ്റെ കളറും ഒരുമിച്ചായതുകൊണ്ട് സംഭവം നമുക്ക് അടുത്ത് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഴിക്ക് ഏറ്റവും വലിയ ഡേഞ്ചറസ് ഇതാണ്, വേറൊരു ഡേഞ്ചർ ഇല്ല. സൗദിയിൽ ഞാൻ ആടിനെ കണ്ടില്ലെന്ന് പറയുന്നത്, അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആട്ടുകൂട്ടം. ഇത് കുറേ ഉണ്ടല്ലോ, വേണ്ട ആട്ടുകൂട്ടം കുറേ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഓൺ ദി വേ വന്നപ്പോഴത്തേക്കും ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ ഈ മരുഭൂമി മൊത്തം ഇതേപോലുള്ള കല്ലുകൾ കൊണ്ട്, വളരെ കല്ലുകൾ കൊണ്ട് നിക്ഷിപ്തമാണ്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം കറുത്ത കല്ലുകളാണ്. ഇത് കണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനത്തെ കല്ലുകളാണ് ഇത്, ഉണ്ടോ? ഇതേ ടൈപ്പ് കല്ലുകളാണ് ഇവിടെ മൊത്തം. ഇതിന് വെയിറ്റും കുറവാണ് കേട്ടോ. എന്താ സംഭവം നടത്തില്ല, ഇവിടെ മൊത്തം ഇങ്ങനത്തെ കല്ലുകളായി കിടക്കുന്നു. കണ്ണത്താ ദൂരത്തുള്ള ഇവിടുത്തെ മലകളാണെങ്കിലും ഇങ്ങനത്തെ കല്ലുകളാണ്, ഇതേപോലത്തെ ഇങ്ങനത്തെ കല്ലുകളാണ്. നമ്മൾ ഓടി വന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ ഒരു ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ എന്തോരം ദൂരത്തേക്ക് കിടക്കുന്ന നോക്കി. അങ്ങനെ നമ്മൾ മക്ക മദീന ഹൈവേയിലാണ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങി നമ്മൾ വന്ന റോഡിൽ നിന്ന് മെയിൻ ഹൈവേയിലോട്ട് ഇറങ്ങി. ഇത് 140 ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഹൈവേ എന്ന് പറയുന്നത് മക്കത്തിനെയും മദീനത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള റോഡാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ഹൈവേ പോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞ കല്ലുകൾ മൊത്തം, ഈ കറുത്ത കല്ലുകൾ അവിടെ കിടക്കുന്നതാണ് കേട്ടോ. ഈ റോഡും ഈ വഴി മൊത്തം അങ്ങനെ തന്നെയാണ്. ഈ മലയും അതുപോലെ തന്നെ. മലകളെല്ലാം ഇങ്ങനെ കറുത്തിരിക്കുകയാണ്, കല്ല് വിരിച്ചിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഈ റൂട്ടിലെ സ്ഥിരം ഒരു കാഴ്ച കണ്ടില്ലേ, കുരങ്ങന്മാരെ കണ്ടില്ലേ? ഇതൊരു ഒരു ജാതി സിംഹവാലം കുരങ്ങോ എന്താണ് പറയുന്നത്?
ആ സിംഹനാ അല്ലേ? സിംഹത്തിനെ പോലെ ഇരിക്കുന്നത്. ആ അങ്ങനെ കണ്ടുള്ള കുരങ്ങന്മാരാന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. നോക്കി അവിടെ പോയി കുത്തിയിരിക്കുന്നുണ്ട്. ഏത് ജീവിയാണെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൽ വിവരം വേണമെന്നോ വിദ്യാഭ്യാസം വേണമെന്നോ അതിൻ്റെ മേളിൽ കയറി ഇതേ പോകുന്നു. തലയുടെ മേളിൽ കയറി താണ്ട പോകുന്നു. അവിടെ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ജഗമൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. മൃഗങ്ങളുണ്ടെങ്കിൽ അതേപോലെ കയറി അകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ യാത്രയെല്ലാം കഴിഞ്ഞ് നേരെ തൂവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് റൂം എടുത്തത്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 4 മണിയായി. ഒന്ന് കിടന്നുറങ്ങി ഫ്രഷായി. ഈ യാത്രയുടെ ക്ഷീണം കാരണം 2-3 ദിവസത്തെ യാത്രയായിരുന്നു. നമ്മൾ മദീനത്ത് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിദ്ദയ്ക്ക് അടുത്താണ് തൂവൽ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ കൂടുതലും തണുപ്പെല്ലാം മാറി അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഒന്ന് മയങ്ങി നമുക്കിനി വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി ഫുഡെല്ലാം കഴിക്കണം. ഇവിടെ നല്ല മീൻ കിട്ടുന്ന ഏരിയ ആണ്. അപ്പം ഒരു മീനൊക്കെ മേടിച്ച് പൊള്ളിക്കണം. അങ്ങനെയുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുക. തൂവൽ എന്ന് പറയുന്നത് ഒരു തീരദേശ ഏരിയ ആണ്. അതായത് ജിദ്ദയിൽ നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ യാംബു സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. കാരണം ജിദ്ദയിൽ നിന്ന് യാംബു വരെയുള്ള യാത്ര എന്ന് പറയുന്നത് മൊത്തം കടൽ തീരത്തോടുള്ള ഒരു ഹൈവേ ആണ്. ഈ കാണുന്നത് മൊത്തം ഈ മീൻ വിൽക്കുന്ന ഏരിയകളും കടകളുമാണ്. ഇവിടുന്ന് മേടിക്കാം. തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ കൊടുത്ത് നമുക്ക് പൊരിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അൽഫാമാക്കി കഴിക്കാം, ചുട്ട് കഴിക്കാം. ഇതെല്ലാം അങ്ങനെ കാണുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ നല്ലൊരു കട അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് പൊരിക്കാനാണോ ഇതാക്കാനാണോ നല്ലത്? ഇത് ചുടുന്നതിന് എത്രയാവും? ഇത് അമ്മൂറല്ലേ? एक भी चाहिए, 2 भी चाहिए, एक ही पीस चाहिए? वही चलेगा। കണ്ടോ, നോക്കി തന്നെ നല്ലതാണോ നോക്കി. इसका चावल सेपरेट बोलना पड़ेगा? चावल को सेपरेट बोलना पड़ेगा? देखो ये लाल नहीं आता है, ये मच्छी आ जाएगा थोड़ा प्याला, लेकिन ये लाल नहीं आता है, ये थोड़ा प्याला है। इसलिए बोला कैसे बोला, സോറി इसलिए सॉरी है। ആ ഓക്കെ, താങ്ക് യു. മീൻ സെലക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, അവർ പൊരിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് വെളിയിരിക്കാം. ഇവിടുത്തെ മജ്ലിസ് ഇതാണ്. അതിരിക്കാമല്ലോ. അപ്പോൾ ഇവിടുത്തെ മജ്ലിസാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന ഇപ്പം നമ്മുടെ ഫുഡ് വരും. ഓർഡർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വരുന്നുണ്ടോ? വീണ്ടും എൻ്റെ ഓക്കെ. ഓഹോ, നമ്മൾ പറഞ്ഞ ഫുഡ് വന്നിട്ടുണ്ട്. തുറന്ന് ചെയ്യണ്ട കേട്ടോ. മൊത്തം അടിച്ചെടുക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. ആ, കുറച്ച് ചോറും ഫുഡും മൊമോസും അടിപൊളി. പിടി പിടിച്ചപ്പോൾ എല്ലാം തീർന്നു കേട്ടോ. എങ്ങനെ ഇരുന്ന മീനാ? പെല്ല് മാത്രമായി. ഓ, ഇവരായിരുന്നു നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തത് കേട്ടോ. അവനോട് ഞാൻ ചെറിയ ചായയും കൂടെ ചോദിച്ച് ചായ ഇട്ട് തരുന്നുണ്ടോ അവന്മാർ. ഫുഡ് കടിയായിരുന്നു.
ആ ഫാമിലി ഇതെല്ലാം ഉണ്ട്. VIP 1 VIP 1 VIP 2 നമ്മൾ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും സൈനിങ് ഓഫ് റഫീഖ്.